ഈ രാത്രിങ്കൾ പൂത്താലി ചാർത്തി എന്നുള്ളതിലൊരു വരിയുണ്ട്. പാടിരുൾ വീഴ്മി നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായിരുന്നു. ഈ രണ്ട് വരി എന്ന് പറയുന്നത് ആ സിനിമയുടെ മൊത്തം കഥയും കഥാപാത്രത്തിൻ്റെയും കഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ എഴുതുന്നത് കൊണ്ട് തന്നെയാണ് ആ പാട്ടുകൾ പിന്നീട് നിൽക്കുന്നത്. സുജാത ചേച്ചിയുടെ മറന്നിട്ടും എന്തിനോ എന്ന് പറയുന്നതിന്റെ അനുപല്ലവിയിലൊക്കെ എന്താ അതാണ് പറഞ്ഞത്, അറിയാതെ ഞാൻ എന്തിനെന്നറിയാതെ ഞാൻ എന്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നു. ഇതില് പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്നു മെഴിവാർക്കവേ ഒരു നേർത്ത തെന്നൽ അലിവോടെ വന്ന് നെറുകിൽ തലോടി. അത് പറഞ്ഞാ പോരാ, അത് പാടണം, അത് പാടണം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നൻ അരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. എന്തൊരു മനോഹര വരി. അത് സംഗീതം മുന്നിൽ നിൽക്കുന്നോ ലിറിക്സ് മുന്നിൽ നിൽക്കുന്നോ ഒന്നിങ്ങനെ അല്ല, ഒരു കോമ്പറ്റീഷനാണ്. വിദ്യാജിയും ഗിരീഷേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു മലയാള സിനിമാ സംഗീതത്തിൽ തന്നെ ഒരു സംഗീത സംവിധായകനും ഗാനരചയിതാവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആണ്. അതെ, ഗിരീഷേട്ടന് ഓരോ സംഗീത സംവിധായകൻ്റെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണ്, അങ്ങനെയും കൂടെ ഉണ്ട്. ഇപ്പൊ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ ഇപ്പം നമ്മൾ സൂര്യകിരീടം വീണുടഞ്ഞു, അല്ലെങ്കിൽ നിലാവിൻ്റെ നീലഭസ്മ. ഇപ്പം രഘു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഈ ആദ്യം പറഞ്ഞ ഒരു മഴമേഘം പോലെ, അല്ലെങ്കിൽ മിഴികളിൽ എൻ മിഴികളിൽ എന്നുള്ള ആ ഗാനം, അല്ലെങ്കിൽ കൈക്കുടന്ന നിറയെ മധുരം തരും. ഇതിനൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ട്. ആ സംഗീത സംവിധായകൻ്റെ സംഗീതവും അത് ആ സിനിമയുമായിട്ടുള്ള ബന്ധവും ഇതെല്ലാം കൂടെ ചേർന്ന് ഗിരീഷേട്ടൻ പുതുതായിട്ട് അവിടെ പൂത്തിലയാണെന്ന് തോന്നുന്നു.